Good morning everyone. There are 5 chapters we have to study in part 1. Now we will going to take the first chapter, Casket of Life. Dear children, look at the picture. There is a girl named Minu. Minu was walking along the beautiful garden in front of her house, humming a tune. At once something pricked her. It is so painful. She was surprised when she saw a little black insect on her hand. How tiny the creature is! My dear children, ഇവിടെ മിന്നു എന്ന പേരുള്ളൊരു പെൺകുട്ടി അവളുടെ ഗാർഡനിലൂടെ നടക്കുന്ന സമയത്ത് എന്തോ ഒരു കൊച്ചു ഇൻസെക്റ്റ് വന്നിട്ട് അവളുടെ കയ്യിൽ കുത്തുകയാണ്, കയ്യിൽ കടിക്കുകയാണ്. അപ്പോൾ അവൾ സർപ്രൈസ്ഡായിട്ട് നോക്കുകയാണ്, ഹൗ ടൈനി ദ ക്രിയേച്ചർ ഈസ്, എത്രത്തോളം ചെറുതാണ് ഈ ഒരു ജീവി എന്നുള്ളത്. അപ്പോൾ നമുക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? ചെറിയ ഇൻസെക്റ്റ് ആണെങ്കിലും ഇവരുടെ നല്ല പെയിനായിരിക്കും കടിച്ചു കഴിഞ്ഞാൽ. ഈവൻ സ്മോളർ ദാൻ ആൻ ആൻറ്റ്, ഉറുമ്പിനേക്കാളും ചെറുതോ? There are so many kinds of plants and animals around us. There are big, small, of different colors, shapes and so on. Try to write down the organisms given below in the order of their size. Let the biggest be the first. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, ഒരുപാട് ആനിമൽസ് ഉണ്ട്. ചെറുതാവാം, വലുതാകാം, പല കളറിലുള്ളത്, പല ഷേപ്സിലുള്ളത്. അപ്പോൾ താഴെ കുറച്ച് ഓർഗാനിസത്തിൻ്റെ നെയിം തന്നിട്ടുണ്ട്. ഗോട്ട്, എലഫൻറ്റ്, ക്യാമൽ ആൻഡ് ഹോസ്. ഇതിലെന്ത് ചെയ്യുക? ഇവരുടെ സൈസിനനുസരിച്ച് ഓർഡർ ആക്കിയിട്ട് എഴുതുക. ലെറ്റ് ദ ബിഗ്ഗസ്റ്റ് ബി ദ ഫസ്റ്റ്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിരിക്കണം ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതുക? ഫസ്റ്റ് ബി എലഫൻറ്റ്, ക്യാമൽ, ഹോസ്, ഗോട്ട്, ആൻഡ്. ഇനി ആൻറ്റിനേക്കാളും ചെറിയ ഓർഗാനിസംസ് ഉണ്ടോ? ഈസ് ആൻഡ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ ഇൻ ലാൻഡ്? യെസ് ഓർ നോ? നോ. ദെൻ which is the smallest creature you have seen? We have seen a lot of smallest creatures. Honeybees, housefly, lice, etc. Okay then, which is the smallest creature you have seen? Which is the smallest creature? നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ ജീവി ഏതാ? Is that ant? No. We have seen so many smallest creatures. Lice, termite. Lice. What is lice? Pen. അല്ലേ? Termite. ചിതൽ. Then, are there organisms smaller than these? ഇതിനേക്കാളും ചെറിയ ഓർഗാനിസംസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? നമ്മളിപ്പോൾ കേൾക്കുന്ന കൊറോണ വൈറസ് നമുക്കാർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഈവൻ സ്മോളർ ഓർഗാനിസംസ് ഇൻ വാട്ടർ ആൻഡ് എയർ ടു. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അങ്ങനെ so many organisms are there. How can we see these minute organisms? How can we see? Shall we use a hand lens to see these minute organisms? നമുക്ക് ഈ മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസംസിന് കാണാൻ വേണ്ടിയിട്ട് ഹാൻഡ് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഒരു പിക്ചർ നോക്കിക്കേ. ഒരു കുട്ടി ഇങ്ങനെ ഹാൻഡ് ലെൻസ് യൂസ് ചെയ്തിട്ട് ആൻറ്റിനെ നോക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആൻറ്റിൻ്റെ ആ കൊമ്പും തലയൊക്കെ ഇങ്ങനെ വലുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഹാൻഡ് ലെൻസ് നമുക്കിത് യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഓർഗാനിസത്തിനെ വലുതാക്കി കാണാൻ വേണ്ടിയിട്ട് ഹാൻഡ് ലെൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി ഒബ്സർവ് ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ? നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഓർഗാനിസത്തിനെ നമ്മളെങ്ങനെ കാണും? ഹാൻഡ് ലെൻസ് കൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളെങ്ങനെ കാണും? അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ നെയിമാണ് മൈക്രോസ്കോപ്പ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ ക്യാൻ ബി ഒബ്സർവ്ഡ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത മൈക്രോ ഓർഗാനിസംസ്, വളരെ ചെറിയ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? മൈക്രോസ്കോപ്പ്. Eyes are our sense organs that allow us to see things around us. The lens present in our eyes help us to focus all objects so that we can see them clearly. But our eyes can limits. We can't see extremely small objects with unnaked eyes. അപ്പോൾ ഈ വളരെ ചെറിയ ഓർഗാനിസത്തിനെ, മൈക്രോ ഓർഗാനിസത്തിനൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും.
Microscope also help us to study the structure of cells, the tissues, bacteria, and we can see through microscope even viruses. Okay, then what is the difference of hand lens and microscope? Hand lens is used to magnifying object. It can magnify object only from 2 to 6 times. But microscope is used to see the organisms that cannot be seen by our naked eyes. How small? Try doing this experiment. സോ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് റിക്വയർഡ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹെയർ സോക്ക്ഡ് വാട്ടർ. ഈ 4 മെറ്റീരിയൽസാണ് വേണ്ടത്. ഹെയർ സോക്ക്ഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ വൈക്കോലിട്ട് വെച്ച വെള്ളം, വൈക്കോലൊക്കെ കുതിർത്തിയിട്ട് ഇട്ട് വെച്ച വാട്ടറിനെയാണ് ഹെയർ സോക്ക്ഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹെയർ സോക്ക്ഡ് വാട്ടർ ഓൺ എ സ്ലൈഡ്. Place the cover glass and then observe it through the microscope. അപ്പോൾ മൈക്രോസ്കോപ്പിൽ നമ്മൾക്ക് എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങ് അതിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. സ്കോപ്പിലൂടെ ഒരു വസ്തു കാണണം എന്നുണ്ടെങ്കിൽ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിലൂടെ പോയാൽ മാത്രമേ മൈക്രോസ്കോപ്പിലൂടെ നമുക്കൊരു സാധനം കാണാൻ പറ്റുള്ളൂ. ഒരു ഓർഗാനിസത്തിനെ ആയാലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആണെങ്കിലൊക്കെ കാണാൻ ആ പ്രൊസീജിയേഴ്സിലൂടെ പോയാൽ മാത്രമേ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ് പ്രൊസീജിയർ? ഒരു സ്ലൈഡ് എടുത്തു. നമുക്ക് ഈ ഹെയർ സോക്ക്ഡ് വാട്ടറിൽ അതിലാണല്ലോ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. സോ ഒരു സ്ലൈഡ് എടുത്തു. സ്ലൈഡിൽ ഒരു ഡ്രോപ്പ് ഓഫ് ഹെയർ സോക്ക്ഡ് വാട്ടർ ഉറ്റിച്ചു. ശേഷം അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാണ്? ഒരു കവർ ഗ്ലാസ് കൊണ്ട് മൂടി വെക്കുകയാണ്. കവർ ഗ്ലാസ് അതിൻ്റെ മുകളിൽ വെക്കുകയാണ്. ദെൻ അത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാണ്. വാട്ട് ക്യാൻ ബി സീ നൗ? നമുക്ക് എന്തായിരിക്കും കാണാൻ പറ്റുക? നമുക്കൊരുപാട് ഓർഗാനിസംസ് അതിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതുപോലെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ഓർഗാനിസംസ് നമ്മുടെ ഈ ലോകത്തുണ്ട്. ഹാവൻറ്റ് യു ലേൺ അബൌട്ട് ബാക്ടീരിയ, വൈറസ് എക്സെട്ര ഇൻ അവർ ഏർലിയർ ക്ലാസ്സസ്? ഹാവൻറ്റ് യു? യെസ്, ദേ ആർ ഓൾസോ മൈക്രോ ഓർഗാനിസംസ്. Organisms that cannot be seen by the naked eye are microorganisms. Then what is a microorganism? Microorganism is the organism that cannot be seen by the naked eye. That is called microorganisms. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രയും ചെറിയ ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോ ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്. Then observe these 3 pictures named amoeba, paramecium and euglena. These are also some of the microorganisms. Physiological activities take place in microorganisms too. What are their bodies made up of? Find out using the given description. അപ്പോൾ എന്താണ് പറയുന്നത്? ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് മീൻസ് ലൈഫ് ആക്ടിവിറ്റീസ്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ ആ ലൈഫ് ആക്ടിവിറ്റീസൊക്കെ എവിടെ നടക്കുന്നുണ്ട്? ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അനിമൽസൊക്കെ അത്യാവശ്യം വലുതാണല്ലേ, അവരുടെ ഉള്ളിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ഉള്ളിൽ. അതെല്ലാം ആ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറുതായിട്ടുള്ള ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഉള്ളിലും കൂടെ നടക്കുന്നുണ്ട്. ടൈനി യൂണിറ്റ്സ് ഓഫ് ദ ബോഡി. ദ ബോഡി ഈസ് മേഡപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ചെറുഘടകങ്ങൾ, ടൈനി യൂണിറ്റ്സ്. ദ ബോഡി ഈസ് മേഡപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ്. ഒരുപാട് സ്മോൾ യൂണിറ്റ്സ് കൊണ്ടാണ് നമ്മുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്, മെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഈവൻ ദ ബോഡി ഓഫ് ദ ടൈനി ആൻഡ് ഈസ് മേഡപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് സച്ച് സ്മോൾ യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ കാണുന്നതിൽ ഏറ്റവും കൊച്ചു ജീവിയാണ് ഈ ഒരു ആൻറ്റ് അല്ലേ. ആൻറ്റിൻ്റെ ആ ഒരു ഉറുമ്പിൻ്റെ ബോഡി പോലും ഒരുപാട് ടൈനി യൂണിറ്റ്സ് വെച്ചിട്ടാണ്, സ്മോൾ യൂണിറ്റ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്മോൾ യൂണിറ്റ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് സെൽസ് എന്ന്. ഓക്കെ, ദീസ് സ്മോൾ യൂണിറ്റ്സ് ഓഫ് ദ ബോഡി ഓർ കോൾഡ് സെൽസ്. ഇതുപോലെ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ള സ്മോൾ യൂണിറ്റ്സ്, ഏറ്റവും ചെറിയ യൂണിറ്റിനെ, ഏറ്റവും ചെറിയ ഒരു ഘടകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽസ് എന്ന് വിളിക്കുന്നത്. There are organisms with only one cells. There are unicellular organisms. അപ്പോൾ നമുക്ക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഒക്കെ നമ്മുടെ ലോകത്തുണ്ട്. അതായത് ഒരൊറ്റ സെല്ല്,
ആ ബോഡിയിൽ ഒരേ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ എങ്കിൽ അവയെ യൂണിസെല്ലുലാർ എന്ന് വിളിക്കും. യൂണി എന്നുള്ളതിൻ്റെ മീനിങ് തന്നെ എന്താണ്? ഒരേ എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ സെല്ലുള്ളൂ എന്നുണ്ടെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കും. ഇനി ഒരുപാട് സെല്ലുണ്ടെങ്കിലോ അവയെ നമ്മൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് വിളിക്കും. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് അമീബ, പാരമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. ഇതൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്. Then, organisms with more than one cell in their body are multicellular organisms. Animals and plants are multicellular organisms. Multicellular organismസിൽ ആരൊക്കെയാണ് വരുന്നത്? അനിമൽസും പ്ലാന്റ്സ്. നമ്മളപ്പോൾ ഇല്ല വരിക മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, നമ്മൾ എന്താ പഠിച്ചത്? വാട്ട്സ് എ സെൽ? The body is made up of many small units. These small units of the body are called cells. അപ്പോൾ സെൽ എത്ര സെല്ലുകളുണ്ട് എന്നത് വെച്ചിട്ട് നമ്മൾ ഓർഗാനിസത്തിനെ 2 കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ആൻഡ് വാട്ട് ഇസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്? The organisms with only one cell is called unicellular organisms. Example, amoeba, paramecium, euglena, bacteria, etc. Okay, then what is multicellular organisms? The organisms with more than one cell in their body are multicellular organisms. Example, animals, plants. Then look at the picture. അവിടെ ഒരു കുട്ടി മുതിർന്ന ആളെ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വിൽ മൈ സെൽസ് ആൾസോ ഗ്രോ അപ്പ്? ഐ ഗ്രോ അപ്പ്. ഞാൻ വളർന്നാൽ എൻ്റെ സെല്ലുകളും ഇതേപോലെ വളരുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു കുട്ടി വലുതാവുന്ന സമയത്ത് ആ കുട്ടിയുടെ സെല്ല് വളരുകയാണോ ചെയ്യുക? സെല്ലുകൾ ഇങ്ങനെ വളരുകയാണോ ചെയ്യുക? അതോ സെല്ലിൻ്റെ എണ്ണം കൂടുകയാണോ ചെയ്യുക? അപ്പോൾ അത് കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വലുതാവുന്ന സമയത്ത് നമ്മുടെ സെല്ലിൻ്റെ എണ്ണം കൂടുകയാണോ ചെയ്യുക അതോ സെല്ല് വളരുകയാണോ ചെയ്യുക എന്നുള്ളത്. Let us observe the cells of 2 persons of different age groups to find this. 2 വ്യത്യസ്ത ഏജ് ഗ്രൂപ്പിലുള്ള 2 പേരുടെ സെൽസാണ് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത് ഈ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടത്? മെറ്റീരിയൽസ് റിക്വയർഡ്: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, പ്യുർ വാട്ടർ, മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ, 2 new ടൂത്ത് ബ്രഷസ് ആൻഡ് കവർ ഗ്ലാസ്. നിങ്ങൾ ഓൾറെഡി 4th ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ബ്ലഡിൻ്റെ സെൽസ് നോക്കിയിട്ടുണ്ട്. അതേപോലെ ഇനി നമ്മൾ നോക്കുന്നത് ചീക്ക് സെൽസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീക്ക് സെൽസ് കളക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ചീക്ക് സെൽസ്: വാഷ് ദ മൗത്ത് ത്രൂലി വിത്ത് ക്ലീൻ വാട്ടർ, സ്ക്രാപ്പ് ദ ഇൻറ്റേർണൽ സർഫസ് ഓഫ് ദ ചീക്ക് യൂസിങ് എ ന്യൂ ടൂത്ത് ബ്രഷ്. അപ്പോൾ നമ്മുടെ മൗത്ത് നന്നായിട്ട് കേക്കിൻ്റെ ശേഷം ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇൻറ്റേർണൽ സ്ക്രാപ്സ് എന്ത് ചെയ്യുക? ഒന്നെടുക്കുക. കവിളിലുള്ള ഒരു സ്ക്രാപ്സ് ഒന്ന് ചുരണ്ടിയെടുക്കുക. പ്ലേസ് ദ ചീക്ക് സ്കാർപ്പ് ഇൻ ദ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ദ സ്ലൈഡ്. സ്പ്രെഡ് ദീസ് ആൻഡ് ആഡ് എ ഡ്രോപ്പ് ഓഫ് സ്റ്റെയിൻ. കവർ ഇറ്റ് വിത്ത് ദ കവർ ഗ്ലാസ് ആൻഡ് ഒബ്സർവ് ദ സ്ലൈഡ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. ഈ സ്ക്രാപ്പ് എന്ത് ചെയ്യുക? അത് സ്ലൈഡിലുള്ള ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുക. സ്ലൈഡിൽ നമ്മൾ നേരത്തെ സ്ലൈഡിൻ്റെ പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്ലൈഡിൽ എന്ത് ചെയ്യുക? ഡ്രോപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് സ്ക്രാപ്സ് ഇട്ട് കൊടുക്കുക. ശേഷം അത് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഒരു ഡ്രോപ്പ് ഓഫ് സ്റ്റെയിന് ആഡ് ചെയ്യുക. നമ്മളിവിടെ സ്റ്റെയിനായിട്ട് എന്താ എടുത്തിട്ടുണ്ടായിരുന്നത്? മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ. ആഫ്റ്റർ ദാറ്റ് cover it with the cover glass and observe slide through the microscope. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ചൈൽഡിലുള്ള ചൈൽഡിൻ്റെ ചീക്ക് സെൽസിലുള്ള സെൽസിനെക്കാളും നമ്പർ കൂടുതലായിരുന്നു അഡൽറ്റിൻ്റെ ചീക്ക് സെൽസിലുണ്ടായിരുന്നത്. പ്ലീസ് ഒബ്സർവ് ദ പിക്ചർ. ഡു വി യൂസ് ബിഗ് ബ്രിക്സ് ഫോർ ബിൽഡിംഗ് ബിഗ് ഹൗസസ് ആൻഡ് സ്മോൾ വൺസ് ഫോർ സ്മോൾ ഹൗസസ്? നമ്മൾ വലിയ വീടുണ്ടാക്കാൻ വലിയ ബ്രിക്സും ചെറിയ വീടുണ്ടാക്കാൻ ചെറിയ ബ്രിക്സുമാണ് യൂസ് ചെയ്യാറ്. ചെറിയ വീടുണ്ടാക്കാൻ ചെറിയ ഇഷ്ടിക, വലിയ വീടുണ്ടാക്കാൻ വലിയ ഇഷ്ടിക, അങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യാറ്? ആണോ? അല്ലല്ലോ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഹൗസസ്? പിന്നെ എങ്ങനെ വീടിൻ്റെ സൈസ് മാറാനുള്ള റീസൺ എന്താണ്? നമ്മൾ എണ്ണം കൂടും അല്ലേ? ചെറിയ വീടുണ്ടാക്കാൻ കുറച്ച് ഇഷ്ടിക മതിയെങ്കിൽ
വലിയ വീടുണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഒരുപാട് ബ്രിക്സ് വേണ്ടി വരും. അപ്പോൾ അവിടെ എന്താണ്? നമ്പറിലാണ് ചേഞ്ചസ് വരുന്നത്. ബ്രിക്സിൻ്റെ നമ്പറാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇനി ഇത് നമ്മളെ സെല്ലിൻ്റെ കാര്യത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കി. സെല്ല്, ഒരു കുട്ടിയിൽ സെല്ലിൻ്റെ നമ്പർ വലുതാകുമ്പോൾ സെല്ലിൻ്റെ നമ്പർ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ആ ചൈൽഡിൻ്റെ ഡൗട്ടിന് ആൻസർ കിട്ടിയോ? ഒരു ചൈൽഡ് വളർന്ന് വലുതാവുന്നതിനനുസരിച്ച് ആ ചൈൽഡിൻ്റെ സെല്ലിൻ്റെ വലിപ്പം ഇൻക്രീസ് ചെയ്യില്ല, സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദർ ആർ മില്യൺസ് ഓഫ് സെൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇഫ് സോ, ഹൗ ലാർജ് വുഡ് ബി ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ബോഡി ഓഫ് ആൻ എലഫൻറ്റ്? ഇപ്പോൾ നമ്മളൊക്കെ വലിയ ഓർഗാനിസംസ് അല്ലേ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ സെൽസും എന്തായിരിക്കും? ഒരുപാടുണ്ടാകും. അപ്പോൾ നിങ്ങളൊരു എലഫൻറ്റിന് എടുത്ത് നോക്കുക. എലഫൻറ്റിൻ്റെ ബോഡിയിൽ എത്ര സെൽസ് ഉണ്ടാവും? നമ്മളെക്കാളും ഒരുപാട് സെൽസ് നമ്പർ കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.